Watch India's largest kids library only on Jio Hotstar. Download the app now. സഹോദരരെ, ഈ നഗരത്തിലെ മേയർ വീണ്ടും ഞാനായിരിക്കും. മേയർ സാർ, ഞങ്ങൾ എപ്പോഴും നിങ്ങൾക്ക് പിന്തുണയായി തന്നെ ഉണ്ടാകും. ഇപ്രാവശ്യം ഞാൻ ഇലക്ഷന് നിൽക്കാൻ പോവുകയാണ്. ഞാൻ അയാളെ എതിർത്ത് ജയിക്കും. എന്റെ അമ്മോ, ജോൺ, നിനക്ക് ആരെ വോട്ട് ചെയ്യാ? നീ ഒരു കള്ളനാണ്. ചിങ്ങം സാർ, കുറ്റങ്ങളെ കുറയ്ക്കാൻ ഒരു വഴി തന്നെ ഉള്ളൂ. നിങ്ങൾ എല്ലാവരും എനിക്ക് തന്നെ വോട്ടിടണം. വോട്ടിട്ട് എന്നെ ജയിപ്പിക്കണം. ഞാൻ ജയിച്ചതിന് ശേഷം നിങ്ങൾ എല്ലാവരും എന്നെ ഒരു മേയറാക്കി കളയൂ. മേയർ സാറെ, നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട. ഞങ്ങൾ നാളെ രാവിലെ തൊട്ട് ഇലക്ഷൻ പരിപാടികളൊക്കെ തുടങ്ങിക്കോളാം. പല സ്ഥലങ്ങളിലുമായി മീറ്റിംഗ് ഇട്ടോളാം. ബോസ് മോട്ടു പത്ലു മേയറിന് വേണ്ടി പ്രചാരത്തിന് പോയി കഴിഞ്ഞാൽ അവര് ജയിക്കുമോ ബോസേ? നീ വിഷമിക്കണ്ട. ആളെ കൊണ്ട് ജയിക്കാൻ കഴിയില്ല. ഞാൻ തന്നെ ജയിക്കും. എന്റെ ക്രിമിനൽ ബുദ്ധിയിൽ എത്രയോ സൂപ്പർ ആയിട്ടുള്ള ഐഡിയാസ് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. നീ വിഷമിക്കണ്ട. പത്ലു, ഞാൻ ഇതുവരെയായിട്ട് എവിടെയും സ്പീച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് എങ്ങനെയാ പ്രസംഗിക്കണ്ടെന്ന് ഒരു പിടുത്തവും ഇല്ല പത്ലു. എന്താ ചെയ്യാ? മോട്ടോ, ഞാനൊരു നല്ല സ്പീച്ച് എഴുതി വെച്ചിട്ടുണ്ട്. അത് നീ വായിച്ചാ മതി. എല്ലാരും അത് കേട്ട് നിന്നെ കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കും. ഞാൻ പെട്ടെന്ന് പോയി റെഡി ആയിട്ട് വരാം കേട്ടോ. പെട്ടെന്ന് റെഡി ആയിട്ട് വരാം. ഇത്രയും ഭംഗിയുള്ള പക്ഷി എവിടുന്ന് വന്നു? പക്ഷേ സാരമില്ല, ഇത് എനിക്ക് വേണ്ടി എന്തെങ്കിലും നല്ല കാര്യം ചെയ്യാൻ വേണ്ടി വന്നതായിരിക്കും. നമ്പർ 1, ഈ പേപ്പർ കൊണ്ടുപോയി മോട്ടുവിന്റെ പേപ്പറിന് പകരം വെച്ചിട്ട് വാ. വേഗം. ഓക്കേ ബോസ്. നോക്കിക്കോളൂ, മോട്ടു ഞാൻ തന്ന പേപ്പറിലുള്ളത് തന്നെ വായിക്കോ. നോക്കിക്കോ, എന്ത് രസമായിരിക്കുമെന്ന്. നിങ്ങൾ എല്ലാവരോടുമായി അപേക്ഷിക്കുകയാണ്. നമ്മുടെ മേയർ സാറിന് വേണം നിങ്ങൾ എല്ലാവരും വോട്ട് ചെയ്യാൻ. നമ്മുടെ മേയറിന് എന്തുകൊണ്ടാണ് വോട്ട് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ അദ്ദേഹം വലിയൊരു കള്ളനാണ്. തെറ്റുപറ്റിപ്പോയി. നമ്മുടെ മേയറിന് വോട്ട് ചെയ്യാൻ പറയുന്നത് അദ്ദേഹം വലിയൊരു കള്ളനായതുകൊണ്ട്. മേയർ കള്ളൻ മാത്രമല്ല, ഒരു കൊള്ളക്കാരൻ കൂടിയാണ്. മോട്ടു, ഇതെന്താ പറ്റിയത്? സോറി, കൊള്ളക്കാരനല്ല, ഭയങ്കരനായ ഒരു തീവ്രവാദിയും കൂടിയാണ്. അല്ല മോട്ടു, എന്ത് വിടുത്തരാ പറയണേ? ഇലക്ഷൻ ജയിപ്പിക്കാനാണോ വന്ന് അതോ തോൽപ്പിക്കാനാണോ വന്ന്? എന്താന്നറിയില്ല മേയർ സാറ്, തെറ്റ് പറ്റുന്നു. സോറി. കൂട്ടുകാരെ, ഇദ്ദേഹം ഒരു കള്ളൻ മാത്രമല്ല, കൊള്ളക്കാരൻ മാത്രമല്ല, അതിനേക്കാളെയൊക്കെ ഉപരി മറ്റുള്ളവരെക്കാളും വലിയൊരു. ചേട്ടാ, എന്റെ ചങ്ക, എന്റെ ബ്രോ, മോട്ടു എന്ന് നമ്മളെയൊക്കെ തല്ലു പേടിപ്പിക്കോ എന്നാ തോന്നുന്നത്. ഇതൊക്കെ എങ്ങനെയാണ് സംഭവിച്ചത്? എന്തിനാണ് സംഭവിച്ചത്? മോട്ടു, നീ എന്താ ചെയ്തെന്ന് അറിയാവോ? എല്ലാം തല തിരിഞ്ഞു പോയിരിക്കുകയാണ്. പത്ലു, ഞാനൊന്നും ചെയ്തില്ലല്ലോ. സ്പീച്ച് മുഴുവൻ എഴുതി തന്ന നീയല്ലേ? മോട്ടു, ഇതാരോ നമ്മൾക്കെതിരെ ചെയ്ത ഒരു ചതിയാണ്. ആരോ ഒരാൾ ആ പേപ്പർ മാറ്റി വെച്ചിട്ടുണ്ട്. ദേ നോക്കിയേ, നമ്മുടെ മേയർ എല്ലാവർക്കും പുതപ്പ് തരാൻ പറഞ്ഞിട്ടുണ്ട്. ഇത് പുതച്ചുകൊണ്ട് എല്ലാരും സന്തോഷമായിട്ടിരിക്കാൻ പറഞ്ഞിരിക്കുകയാണ്. ആ സന്തോഷത്തിൽ എല്ലാരും വോട്ട് തരുമത്രേ. അത് ശരിയാണ്. ഓ മൈ ലക്കി ബേർഡ്, നീ വന്നോ? ഞാനിപ്പോ അവർക്ക് എങ്ങനത്തെ ഒരു സ്പ്രേ ആണ് അടിക്കാൻ പോകുന്നതെന്ന് വെച്ചാൽ കണ്ടോ, വളരെ കോമഡി ആയിരിക്കും. ഇത് പിടിക്ക്. വരൂ. എല്ലാവരും മേയർ സാറിന് വോട്ട് ചെയ്യണം. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും ഈ കമ്പിളി സമ്മാനമായി തരികയാണ്. വാങ്ങിച്ചോളൂ. ഇതിന്നെന്താ വല്ലാത്തൊരു നാറ്റടിക്കുന്നേ? ഇത് പഴയ സ്റ്റോക്ക് വല്ല ആണോ? മൊത്തം കള്ളന്മാരാ. ഇതിന്റെ ലക്കി ബേർഡ് കാരണമാണ് എന്റെ ഈ പ്ലാനും സക്സസ് ആയല്ലോ. എല്ലാവരും കണ്ടില്ലേ മോട്ടുപത്തിൽ എങ്ങനെ തല്ലു മേടിക്കുന്നുണ്ടെന്ന്? ഇപ്പൊ നമ്മുടെ കമ്പനി കൊണ്ടുവരൂ, എല്ലാവർക്കും കൊടുക്കാം.
Stop in the name of law. Charge. പ്രജകളെ ജോണിന് ഓട്ടിടൂ. ജോണിന്റെ ഡോണിന് ഓട്ടിടൂ. നിൽക്കൂ നിൽക്കൂ, നിങ്ങൾക്ക് വേണ്ടി ഞാൻ അടിപൊളി കമ്പിളി കൊണ്ടുവന്നിട്ടുണ്ട്, കാണൂ. വന്ന് മേടിച്ചോളൂ. നമ്പർ 1, നമ്പർ 2 എല്ലാവർക്കും കമ്പിളി വീതിച്ചു കൊടുക്കൂ. ദേ നോക്ക്, ഇത് ഇത് നോക്കൂ, നല്ല ഇതാ quality നല്ല കമ്പിളി. നിങ്ങൾ ഇവിടെ എന്ത് ചെയ്യാണ്? നിങ്ങൾ എന്നെ തോൽപ്പിക്കാൻ തുനിഞ്ഞിരിക്കുകയാണോ? മേയർ സാർ, നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഞങ്ങൾ എന്തിനു നിങ്ങളെ തോൽപ്പിക്കണം? പറയൂ. ഇതാരോ ഞങ്ങളെ ചതിക്കാൻ ശ്രമിക്കുകയാണ്, എന്നിട്ട് ഞങ്ങളുടെ പേര് നശിപ്പിക്കാൻ നോക്കുകയാണ്. പക്ഷെ നിങ്ങൾ ഒന്നുകൊണ്ടും വിഷമിക്കണ്ട, ഞങ്ങൾ എല്ലാം ശരിയാക്കി തരാം സാർ. നിങ്ങൾ ഞങ്ങളെ വിശ്വസിക്കൂ പ്ലീസ്. ശരി, അങ്ങനെയാണെങ്കിൽ എന്റെ വകയായിരിക്കും ഇന്ന് എല്ലാവർക്കും ഭക്ഷണം. ഇന്ന് എന്റെ ജന്മദിനവുമാണ്. എല്ലാവരും ഇതുകൊണ്ട് സന്തുഷ്ടരാകും. ഇത് കഴിഞ്ഞ് ഞാൻ ഒരു സ്പീച്ചും അങ്ങോട്ട് പറയും. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ഭക്ഷണം എന്റെ വകയായിരിക്കും എന്ന് പറയാൻ ആഗ്രഹിക്കുന്നു. ലക്കി ബേർഡ് വന്നല്ലോ. വേഗം ഈ മരുന്നൊക്കെ കലർത്തടാ. വേഗം കാണുന്നതിന് മുമ്പ് കലർത്ത്. കൂട്ടുകാരെ, എല്ലാവരും നല്ലപോലെ വയറ് നിറച്ച് ആഹാരം കഴിക്കണം. നല്ലോണം കഴിച്ചോളൂ. എന്നിട്ട് മേയർ സാറിന്റെ സ്പീച്ചും കേൾക്കണം കേട്ടോ. ഓക്കേ, ഫുർഫുറി നഗര നിവാസികളെ, നിങ്ങൾ എന്നോടൊന്ന് പറയൂ, നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. ടോയ്ലറ്റ്. എന്ത്? എന്താ പറഞ്ഞേ? ഞാൻ ചോദിക്കുന്നത് എന്താന്ന് വെച്ചാ നിങ്ങൾക്ക് എന്താണ് വേണ്ടതെന്ന്. വയറ് ചീത്തയായെന്നാ ടോയ്ലറ്റിൽ പോവാൻ മതിയേ. മോട്ടു, പത്ലു, നിങ്ങൾ രണ്ടുപേരും എന്നെ തകർത്ത് കളഞ്ഞിരിക്കുന്നു. അതെ, നിൽക്കൂ. പത്ലു, വെറും വയറ്റിലെന്റെ ബുദ്ധി പ്രവർത്തിക്കില്ലെന്ന് അറിഞ്ഞൂടെ? വേഗത്തിൽ എന്തെങ്കിലും ആലോചിക്കൂ. ഞാൻ ആലോചിച്ചു, പക്ഷെ ലക്കി ബേഡ്, ഇനി ഞാൻ എന്താ ചെയ്യാൻ പോകുന്നത് നീ നോക്ക്. സുഹൃത്തുക്കളെ, ഈ മേയർ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് നിങ്ങൾ കണ്ടു ബോധ്യപ്പെട്ടില്ലേ? ഇപ്പൊ മനസ്സിലായില്ലേ? കണ്ടു മനസ്സിലാക്കൂ. നിങ്ങൾക്ക് വേണ്ടി ആള് പഴയ കമ്പിളിയാണ് കൊടുത്തത്. പിന്നെ മോശമായ ആഹാരവും കൊടുത്തിട്ടുണ്ട്. പിന്നെ ആള് തന്നെ ആളെ കള്ളൻ എന്ന് പറയുന്നു. ഇപ്പൊ പറയൂ, നിങ്ങളൊക്കെ ആർക്ക് വോട്ടിടും? പറയൂ. എന്റെ ലക്കി ബേർഡ് ഇവിടെ വന്നിട്ടുണ്ട്. ഇപ്പോൾ ഞാൻ ഉറപ്പായിട്ടും ഇലക്ഷനിൽ ജയിക്കും. സുഹൃത്തുക്കളെ, ഇപ്പോൾ ഞാൻ നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ പോകുന്നു എന്ന് ഞാൻ നിങ്ങൾക്ക് വിവരിച്ച് പറയാം. നിക്കു സാറേ, ഇതിനു മുമ്പ് നിങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി എന്തൊക്കെ ചെയ്തിട്ടുണ്ടെന്ന് ഞാൻ കാണിച്ചു തരട്ടെ. അതൊന്നും ഈ പാവം ജനങ്ങൾക്ക് അറിയാത്തത് കൊണ്ടല്ലേ. നിങ്ങൾ ആരാണ് സാർ? ഞാൻ നിങ്ങളുടെ ഫാനാണ് സാറ്. ഒന്നും പ്രശ്നമില്ല. ലക്കി ബേർഡ് ഇവിടെ തന്നെ ഉണ്ട്, അതുകൊണ്ട് ഒന്നും സംഭവിക്കില്ല. ശരി സാർ, പറയൂ. എല്ലാവർക്കും മനസ്സിലാകുന്ന പോലെ പറയൂ. അതൊക്കെ ഈ ലക്കി ബേർഡ് പറയും ലോകരോട്. ഡോക്ടർ ജഡ്ക, റിമോട്ട് പ്രസ് ചെയ്യേ. ആ പേപ്പർ മാറ്റിയതിന് ശേഷം അടിപൊളിയായിരിക്കും. കമ്പിളിയിൽ സ്പ്രേ അടിക്കാൻ പോകുന്നു, നോക്കിക്കോ. ഇതിനുശേഷം കമ്പിളി എന്താവെന്ന് കണ്ടറിഞ്ഞോ? അതെ, ഇത് എങ്ങനെ സംഭവിച്ചു? ആഹാരത്തിൽ ഈ മരുന്ന് കലർത്താം. എങ്ങനെയുണ്ട് എന്റെ ഐഡിയ? പിന്നെ എല്ലാവരും ടോയ്ലറ്റിലേക്ക് ഓടും. അതിനുശേഷം വോട്ടൊക്കെ നമുക്ക് തന്നെ കിട്ടും. അതൊക്കെ ആരാണ് ചെയ്യുന്നത്? ഞാനല്ല ചെയ്തത്. അതെന്റെ വോയിസും അല്ല. എന്നെ വിശ്വസിക്കൂ പ്ലീസ്, എന്നെ വിശ്വസിക്കൂ. ജോൺ, ഇതൊക്കെ നിന്റെ ലക്കി ബേർഡിന്റെ കഴിവല്ലേ? എന്റെ കൂട്ടുകാരൻ പത്ലു ആദ്യമേ നിന്റെ പുറകിൽ കൂടിയിട്ടുണ്ടായിരുന്നു. ഈ ലക്കി ബേർഡ് എല്ലാ കാര്യങ്ങളും റെക്കോർഡ് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. ഇയാള് നമ്മളെ വിഡ്ഢികളാക്കി. മേയർ സാഹിബിന്റെ പേര് മോശമാക്കി. ഇയാളെ തരണം. അടിക്കുകയാണ്. ഇവൻ എവിടെയോ
കണ്ടതുപോലെ ഉണ്ടല്ലോ. അല്ല, നിന്റെ തലയിലുള്ള മുടിയൊക്കെ എവിടെ പോയി? തല്ല് മേടിച്ച് ഞാൻ വഴുക്കുകയായല്ലോ. ഓ അങ്ങനെയാണോ? അപ്പൊ നിങ്ങൾ ജോൺ ദ ഡോൺ ആണോ? തല്ലേ. നിങ്ങളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. അതെ കണ്ടിട്ടുണ്ട്. ജോൺ മനസ്സിലാവുന്നില്ലേ? താടി വെച്ചിരുന്ന ജോൺ, മുടി വെച്ചിരുന്ന ജോൺ, ഈ നഗരത്തിന്റെ ഏറ്റവും വലിയ കൊള്ളക്കാരൻ ജോൺ. പ്രിയ കൂട്ടുകാരെ, ജോൺ ഇതാ ഇവിടെയുണ്ട്. എല്ലാവരും ഇപ്പൊ എന്നെ നോക്കുന്നല്ലോ. എന്നെ രക്ഷിക്കാൻ വേണ്ടി ചിങ്കം സാർ എത്തിക്കഴിഞ്ഞു. ചിങ്കം സാർ എന്നെ രക്ഷിക്കൂ. ചിങ്കം സാർ എന്നെ arrest ചെയ്ത് അപ്പൊ കൂട്ടുകാരെ, സുഹൃത്തുക്കളെ, ഇനി പറയൂ, നിങ്ങൾ എല്ലാവരും ഇനി ആർക്കാണ് വോട്ട് ചെയ്യുക? മേയർ സാബിന്. മേയർ സാബിന്. Watch India's largest kids library only on Geo Hotstar. Download the app now.